ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഗ്ലോറിയ ഗ്രൂപ്പാണ്. ഉച്ചമയക്കത്തിലിരിക്കുന്ന എല്ലാവരെയും വിളിച്ചുണർത്തിക്കൊണ്ട് 153ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭം കുറിക്കുന്നു. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഏതൊരു നല്ല പരിപാടിയുടെയും ആരംഭം കുറിക്കുന്നത് പ്രാർത്ഥനയോടെയാണ്. ഈ ഒത്തുചേരലും പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. അതിനായി ശശി പുതുരുത്തി, വെൽക്കം ടു ദ സ്ക്രീൻ. ശശി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരൻ്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരൻ്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ നോക്കി കണ്ടില്ല. എവിടെയാണീശ്വരൻ്റെ സുന്ദരാനനം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. മനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ച ശശി, ഒരുപാട് നന്ദി. അടുത്തതായി എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തതിനായി ശ്രീമതി കീന പാവർത്തി, വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം. ഓക്കെ. 153ാം സ്നേഹസംഗമത്തിന്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും. ഓരോ സംഗമവും പുത്തൻ ഉണർവും പുതിയ പുതിയ ആശയങ്ങളും അതിലുപരി ഒരുപാട് അറിവുകളും നമുക്ക് സമ്മാനിക്കുമ്പോൾ അടുത്ത സംഗമത്തിനായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറൻ ഫാദർ ബിജു നന്ദിക്കരാച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ MP സേവ്യാസ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ സ്നേഹസംഗമത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ മുഹ്സിൻ വണ്ടൂർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹരി, അതുപോലെ നമ്മുടെ PRO ശ്രീ പിയൂസ് കോട്ടപ്പുറം, എപ്പോഴും വളരെ കൃത്യമായ റിപ്പോർട്ട് അവതരിപ്പിക്കാറുള്ള ശ്രീ ജോസ് കൊരട്ടി സർ, വളരെ സ്നേഹത്തോടെ ഇവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്നേഹ
സ്നേഹസംഗമം വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുമാരി ആനി തെക്കൻ താണിശ്ശേരി, സ്നേഹസംഗമത്തിൽ മനോഹരമായി പ്രാർത്ഥന ആലപിച്ച ശ്രീ ശശി പുതുരുത്തി, നമുക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ ജിബിൻ KJ എന്നിവരെയും ഈ സ്നേഹസംഗമം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിമനോഹരമായി എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് ഒരുപാട് നന്ദി. അടുത്തതായി വ്യക്തമായും കൃത്യമായും റിപ്പോർട്ട് വായിക്കുകയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ദർശന ക്ലബിന്റെ പ്രിയങ്കരനായ ശ്രീ ജോസ് കൊരട്ടി. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാം. നന്ദിക്ക് ശേഷം 2 ജന്മദിനമുണ്ട്. പിയൂസ് KP കോട്ടപ്പുറം, GG ചായ്പുംകുഴി. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായി ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദത്തിനു വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിത ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്, ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങൾക്കായി മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദന പരസ്പരം പങ്കുവയ്ക്കുവാൻ കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ. ദർശന ക്ലബിന്റെ ചാനലിന്റെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ്. ഏതെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുവേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിലുംപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിൽ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും
ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 11/5/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 152ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. സ്നേഹസംഗമം നടത്തിയത് ഫ്യൂഷൻ ഗ്രൂപ്പ്. അവതരണം കുമാരി സീമ അഴക്കളത്തൂർ. പ്രാർത്ഥന കുമാരി ശ്യാമള. സ്വാഗതം കുമാരി ട്രീസ മുള്ളൂർക്കര. ശ്രീ KG ജോസ് കൊരട്ടി ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷ പ്രസംഗമായിരുന്നു. ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായി എത്തിയ എല്ലാവർക്കും നമസ്കാരം. ശരീരമാകുന്ന ആലയത്തിൽ ഉള്ളിലാണ് ആത്മാവ് വസിക്കുന്നത്. നമുക്ക് വളരണം, നമുക്കും നേടണം, നമുക്ക് മനസ്സുണ്ടാകണം, നമ്മുടെ ഗതി വളർച്ചയിലേക്ക് ആവണം, മനസ്സിനെ വിജയിപ്പിക്കണം. ഒറ്റക്കെട്ടായി പരസ്പര സഹകരണത്തോടെ സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് റവറൻ ഫാദർ തോബിത്ത് ചിറയത്ത് CMI. പേസ് ഡയറക്ടർ സിൽവാനി MP അച്ഛനായിരുന്നു. സ്നേഹം നിറഞ്ഞ സോളമനച്ച മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. സോളമനച്ചനാണ് എന്നെ യോഗത്തിലേക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചത്. ബൈബിളിലെ ദാവീദ് ഗോലിയത്തും കഥ പറഞ്ഞു. നാം തമ്മിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. എന്നെ വിളിച്ചതിനും കാണാൻ സാധിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. കുട്ടികളുടെ കഥ പറച്ചിൽ മത്സര വിജയികൾ: ഫസ്റ്റ് എമിലി മരിയ ജെയ്സൺ, സെക്കൻഡ് വൈഗ മഹി, തേർഡ് പ്രൈസ് മഹി വിപിൻ ആൻഡ് ഫോർത്ത് പ്രൈസ് അഭിനന്ദ BA. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മുഖ്യ അതിഥിയായിട്ടത് ഡോക്ടർ ഗിരീഷ് CG അവർകളായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഗിരീഷ്. എന്റെ സ്ഥലം തൃശൂർ. രാമകൃഷ്ണൻ മാഷ് വഴിയാണ് ഗ്രൂപ്പിലെത്തിയത്. പിയൂസ് ആണ് എന്നെ വിളിച്ചത്. ഈ കാലാവസ്ഥയിൽ വരുന്ന ഡെങ്കിപ്പനിയെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്നു. ED കൊതുക് വഴിയാണ് പനി പകർത്തുന്നത്. കൊതുകുകളെ എങ്ങനെ നശിപ്പിക്കാം എന്നെങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ പറ്റിയും ഈ വളരെ വിശദമായി പറഞ്ഞു. ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാമകൃഷ്ണൻ മാഷ് ഡോക്ടർ ഗിരീഷ് സാറിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു നന്ദി പറയുകയുണ്ടായി. ആശംസ പറഞ്ഞത് ശ്രീമതി സ്നേഹ ജിജു, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, മെന്റനോ ന്യൂ ഹെൽത്ത് മാഡമായിരുന്നു. എല്ലാവർക്കും ആശംസകൾ. സെബാസ്റ്റ്യനാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. നാം നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? നാം നമ്മിൽ തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. എന്നെ ഇനിയും വിളിക്കണം, ഒരുമിച്ച് നേരിൽ കാണണം എന്ന് വിളിച്ചതിനും സംസാരിക്കാൻ അനുവദിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്നവർക്കെല്ലാം നന്ദി പറഞ്ഞത് ശ്രീ പിയൂസ് കോട്ടപ്പുറം. യോഗം അവസാനിപ്പിച്ചു. ആനി തെക്കൻതാണിച്ചേരി ജന്മദിനാശംസകൾ നേർന്നു. ആനി നന്ദി പറയുകയുണ്ടായി. ഈ റിപ്പോർട്ട് സഭാസമക്ഷം സമർപ്പിക്കുന്നു. ശ്രീ ജോസ് കൊരട്ടി. താങ്ക് യു ജോസ് ചേട്ടാ. റിപ്പോർട്ട് പാസ്സാക്കാല്ലേ? റിപ്പോർട്ട് പാസ്സാക്കാം. അടുത്തതായി അധ്യക്ഷപദം അലങ്കരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കിടക്കുന്ന ഓരോ മക്കളെയും ഒരു കുടക്കീഴിൽ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അവറുകൾ, വെൽക്കം ടു ദ സ്ക്രീൻ. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ സ്നേഹസംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഒരു കൊച്ചു കഥയിലെ ഒരു കൊച്ചു വാക്കാണ് എന്നുള്ളതാണ്. പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ സാന്റിയാഗോ നിധി അന്വേഷിച്ച് പോകുന്നതായിട്ട് നമുക്കറിയാം. ഈ നിധി കണ്ടെത്തുവോളം അവൻ്റെ വിശ്വാസം അവനെ പിന്തുടരുകയായിരുന്നു. ആ വിശ്വാസത്തിലൂടെ അവൻ ഓടുകയായിരുന്നു തൻ്റെ നിധി അന്വേഷിക്കുവാനായിട്ട്. അവസാനം അവൻ ഒരു വാക്ക് കേൾക്കുന്നുണ്ട്. നിൻ്റെ കണ്ണീർ പൊഴിച്ച ആ ഇടത്തിൽ തന്നെയാണ് നിനക്കായിട്ട് നിക്ഷേപിച്ചു വച്ചിരിക്കുന്ന നിധിയുമുള്ളത് എന്ന്. നമുക്കൊക്കെ പലപ്പോഴും കണ്ണീര് പൊഴിക്കുന്നത് ദുഃഖത്തിൽ നിന്നാണ്. പലപ്പോഴും നമ്മുടെ ദുഃഖം തളകെട്ടി നിൽക്കുന്നത് കണ്ണീർ പൊഴിച്ച് ആ മണ്ണും നമ്മുടെ കിടക്കയൊക്കെ നനയ്ക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ടതിൽ നിന്ന് തന്നെയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. സാന്റിയാഗോ ചെറുപ്പകാലത്ത് കിടന്നുറങ്ങിയിരുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ
ഒരു പള്ളിയുടെ ചമയം നടത്തുന്ന അല്ലെങ്കിൽ സങ്കീർത്തി എന്ന് പറയുന്ന ഒരു ഇടത്തിലായിരുന്നു. അവിടെയായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളെല്ലാം കാണുകയും തൻ്റെ ജീവിതത്തെപ്പറ്റി ദുഃഖിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത്. പക്ഷേ അവൻ കണ്ട സ്വപ്നം ഒരു പിരമിഡിൻ്റെ അടുത്തുള്ള ഒരു കുഴിയിലാണ് നിധി എന്നുള്ളതാണ്. അതിനന്വേഷിച്ചവൻ പോകുന്നു. ആയിരങ്ങളോളം കിലോമീറ്ററുകൾ താണ്ടി അവൻ പോവുകയാണ്. പക്ഷേ താൻ ആയിരിക്കുന്നിടത്ത് തന്നെയാണ് ഈ നിധിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നു, നിധി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നിധി എന്ന് പറയുന്നത്, നമ്മളൊക്കെ അന്വേഷിക്കുന്നത്, നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നിധി പോലെ നമ്മൾ കണ്ടെത്തുന്ന സമാധാനം, ഐശ്വര്യം, സുഖം എന്നീ മേഖലകളൊക്കെയാണല്ലോ. ഇതൊക്കെ ഉള്ളത് നമ്മളിലാണ് എന്നുള്ളതാണ്. വേറെ അന്യ സ്ഥലങ്ങളിലേക്കോ അന്യ വ്യക്തികളിലേക്കോ നേടിപ്പോകേണ്ടതില്ല. ഞാനാണ് ആ നിധി, എന്നിലാണ് ആ നിധി. ആ നിധിയെ ഞാൻ തന്നെ കണ്ടെത്തണം. എനിക്കെൻ്റെ വൈകല്യങ്ങളുണ്ടായിരിക്കാം, എൻ്റെ സങ്കടങ്ങളുണ്ടാവായിരിക്കാം, എൻ്റെ പല പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കാം. പക്ഷേ ഞാനാകുന്ന നിധി, അതാണ് എന്നെ വളർത്തുന്നത്. അതാണ് എൻ്റെ വിശ്വാസം. ഞാനാകുന്ന നിധി ജനനം മുതൽ മരണം വരെയുള്ള ആ ജീവിതകാലമാണ്. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളാകുന്ന നിധി എന്താണ്? ഈ നിധിയല്ലേ ജന്മം നൽകിയത്? ഈ നിധിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. ഈ നിധിക്ക് വേണ്ടി കൊതിക്കുന്ന എത്രയോ നല്ല സുഹൃത്തുക്കളുണ്ട്. നല്ല വാക്കിന് വേണ്ടി, നല്ലൊരു പുഞ്ചിരിക്ക് വേണ്ടി, നല്ലൊരു തലോടലിന് വേണ്ടി, നല്ലൊരു സാന്ത്വനത്തിന് വേണ്ടി നമ്മുടെ വാക്കുകളല്ലേ നിധിയായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കതിനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിൻ്റെ എല്ലാവിധ ആശംസകളും അവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകൻ, LLBക്ക് ശേഷം വടക്കാഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ശ്രീ MP സേവേഴ്സ് സാർ. വെൽക്കം ടു ദ സ്ക്രീൻ. ഓഡിയോ ക്ലിയർ ആണ് സാർ, സംസാരിച്ചോളൂ. സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആര്യമ്പാടം സർവോദയ ഹൈസ്കൂളിൽ 32 വർഷം ബയോളജി അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. ഒരു 3 വർഷം മറ്റു ചില സ്കൂളുകളിലും ട്യൂട്ടോറിയലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 35 വർഷം ഞാൻ അധ്യാപന വൃത്തിയിലായിരുന്നു. അതിനുശേഷം റിട്ടയർ ചെയ്തതിന് ശേഷം 2015 ഞാൻ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം 5 വർഷം വീട്ടിൽ കൃഷിപ്പണി ഒക്കെ നടന്നു. അതിനുശേശമാണ് ഞാൻ LLB പഠിക്കാനായിട്ട് പോയത്. 2019 LLBക്ക് ചേർന്നത്. 2023 LLB പാസ്സായി. അതിനുശേഷം ഇപ്പോൾ വടക്കാഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ പ്രജിത് കുമാർ എന്ന് പറയുന്ന സീനിയർ വക്കീലിന്റെ കീഴിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ വീട് എരുമപ്പെട്ടിയാണ്. സ്കൂളിനും പോസ്റ്റ് ഓഫീസിനും പോലീസ് സ്റ്റേഷനും ഒക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യണം. അപ്പൊ എന്നെ ഇത്തരൊരു സംഭവത്തിൽ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്ന് ഞാൻ ആ സംഘാടകരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇതിന്റെ നിയമവശങ്ങളെയൊക്കെ കുറച്ചു നേരം ഒരു 15 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഈ അധ്യാപന വൃത്തിയിൽ എന്താണെന്ന് വെച്ചാല് കുട്ടികളെയും ഒക്കെ നേരിട്ട് കണ്ട് മുഖം കണ്ട് അവരുടെയൊക്കെ അഭിപ്രായത്തിനനുസരിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇങ്ങനെ ഈ വീഡിയോ കോൺഫറൻസ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് 1-2 ആൾക്കാരുടെ വ്യക്തികളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. അതൊരു പരിമിതി ഉണ്ട്. എങ്കിലും കൂടി ഞാൻ ഈ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് ഒന്ന് ചെറുതാക്കി പറയാം. ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം 2016 1995 ആദ്യം തയ്യാറാക്കിയിരുന്നത്. എന്നാൽ 2016 അത് അമെൻഡ് ചെയ്തു.
അതിന്റെ ഒരു ആമുഖം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 2016 ഡിസംബറിൽ RPWD നിയമം നിലവിൽ വന്നു. RPWD എന്ന് പറഞ്ഞു വെച്ചാൽ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ. മലയാളത്തിൽ പറയുമ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളാണ്. അത് 2016 ഡിസംബറിലാണ് നിലവിൽ വന്നത്. ഈ അവകാശ നിയമങ്ങളിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസം, സാമൂഹികം, നിയമപരം, സാമ്പത്തികം, സാംസ്കാരികം, രാഷ്ട്രീയം എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വൈകല്യമുള്ളവരുടെ അവകാശങ്ങളും അന്തസ്സും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ്. സേവനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും പ്രവേശനക്ഷമത ഉറപ്പാക്കാൻ സ്ഥാപനങ്ങൾക്കായി ഇതിന് ഉത്തരവുകളും സമയക്രമങ്ങളും ഉണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വികലാംഗ കമ്മീഷണർ ഓഫീസുകൾ, ജില്ലാ കമ്മിറ്റികൾ നിയമം നടപ്പിലാക്കുന്നത് ആസൂത്രണം ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ബോർഡുകൾ, കമ്മിറ്റികൾ, ജില്ലാ തലത്തിൽ പ്രത്യേക കോടതികൾ എന്നിങ്ങനെ സംവിധാനങ്ങൾ ഇതിനുണ്ട്. നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥ ലംഘിച്ചാൽ അതിന് പിഴകളുണ്ട്. അപ്പൊ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തില് ഏതെങ്കിലും ഭിന്നശേഷിക്കാരുടെ ഏതെങ്കിലും ഓഫീസിൽ വെച്ചോ പൊതുസ്ഥലത്ത് വെച്ചോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ആരെങ്കിലും ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്ത് ഒരു നിയമത്തിന്റെ ഏറ്റവും വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന എയ്ഡഡ് മേഖലയിൽ അതുവരെ സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ഈ ഭിന്നശേഷിക്കാരുടെ സംവരണം ഉണ്ടായിരുന്നത്. ആ ഭിന്നശേഷിക്കാരുടെ സംഘടനകൾ അത് കോടതിയിൽ, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോ എയ്ഡഡ് മേഖലയിലും ഈ 4% സംവരണം ഏർപ്പെടുത്തണം എന്ന വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളിലും മൊത്തം 5-6 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരിലെ 1.5 ലക്ഷത്തോളം ജീവനക്കാര് എയ്ഡഡ് മേഖലയിലാണ്, എയ്ഡഡ് സ്കൂളുകളിലാണ് വർക്ക് ചെയ്യുന്ന. അധ്യാപകരായിട്ടും ക്ലർക്കായിട്ടും പിയൂൺമാരായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എയ്ഡഡ് മേഖലയിലും 4% സംവരണം ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സംവരണക്കാരെ നിയമിച്ചതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവരുടെ നിയമനം അംഗീകരിക്കുകയുള്ളൂ എന്നും സുപ്രീം കോടതി വിധിയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് വെച്ചാൽ ഈ 2016 ഡിസംബറിലെ ഈ ആക്ട് അനുസരിച്ചാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്കൂളൊക്കെ തുറക്കണ കാലമായി. അപ്പൊ വിദ്യാർത്ഥികളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ മക്കൾക്കോ ഇന്ന് ഗവൺമെന്റ് അനുവദിക്കുന്ന ചില കാര്യങ്ങൾ അതൊന്ന് ഞാനിവിടെ ചുരുക്കി പറയാം. ഒന്നായിട്ട് പറയുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 1 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കോഴ്സുകൾക്കാണ് ഈ സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുള്ളത്. കുടുംബ വാർഷിക വരുമാനം 36,000 രൂപയാണ് പാടുള്ളൂ. മുൻ വർഷം കുറഞ്ഞത് 40% മാർക്ക് നേടിയിരിക്കണം. അധ്യയന വർഷം ആരംഭിച്ച് 3 മാസത്തിനുള്ളിൽ അപേക്ഷ നൽകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ഉള്ളത്. അപ്പൊ ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. ആ സ്കോളർഷിപ്പ് സാമൂഹ്യനീതി ഓഫീസിൽ അന്വേഷിക്കുകയാണ് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. ഇനി രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്കാണ് ഇത്. ആദ്യം പറഞ്ഞത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ്. ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്കാണ് ഈ പറയുന്നത്. 1 മുതൽ PG വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതിൽ പെടും. അതുമാതിരി തന്നെ വരുമാന പരിധി 1 ലക്ഷം രൂപയുണ്ട്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. 1 മുതൽ 5 വരെ 300 രൂപയും 6 മുതൽ 10 വരെ 500 രൂപയും +1 +2 ITA ITC
ഈ TTC തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ 1000 രൂപയും ഈ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാജ്യോതി. വിദ്യാജ്യോതി ഗവൺമെന്റോ അല്ലെങ്കിൽ എയ്ഡഡിലോ പഠിക്കുന്ന 9ാം ക്ലാസ് മുതൽ PG വരെയാണ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന് അർഹതയുള്ളത്. 40% അതിലധികമോ വികലാംഗത്വം ഉണ്ടായിരിക്കണം. ഇവർക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയൊക്കെ ലഭിക്കും. ഇതിനുള്ള അപേക്ഷ സാമൂഹ്യനീതി ഓഫീസർക്ക് നൽകേണ്ടതാണ്. ഇനി നാലാമതായിട്ട് പറയുന്നത് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരിയായ മാതാവിനെ പ്രസവാനന്തരം തന്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് പ്രതിമാസം 2000 രൂപ വെച്ച് കിട്ടുന്നതാണ്. 2 വയസ്സാകുന്നവരെ കുട്ടികൾക്ക് 2 വയസ്സാകുന്നവരെ ഈ പൈസ ലഭിക്കുന്നതാണ്. ഇനി അഞ്ചാമത് പറയുന്നത് പരിണയം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് നിയമാനുസൃതം വിവാഹം കഴിപ്പിക്കുന്നതിന് 30,000 രൂപ ലഭിക്കുന്നതാണ്. അത് കുടുംബ വാർഷിക വരുമാനം 1,00,000 കവിയാനായിട്ട് പാടില്ല. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഉള്ള സ്കോളർഷിപ്പ് അത് 1ാം ക്ലാസ് മുതൽ PG കോഴ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. വാർഷിക വരുമാനം 36,000 രൂപയിലും കുറവായിരിക്കണം. മുൻ വർഷം കുറഞ്ഞത് 40% മാർക്ക് നേടിയിരിക്കണം. അധ്യയന വർഷം ആരംഭിച്ച് 3 മാസത്തിന്റെ ഉള്ളിൽ അപേക്ഷ നൽകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും മക്കള് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനായിട്ട് പറ്റും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ വിദ്യാകിരണം പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് 1 മുതൽ PG വരെ പഠിക്കുന്നവർക്ക് തന്നെയുള്ളത്. മാതാപിതാക്കളുടെ മക്കൾക്ക്, മറ്റത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായിരുന്നു. ഇത് രണ്ടാമത് പറയുന്നത് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്കാണ്. വരുമാന പരിധി 1,00,000 ആണ്. 1 മുതൽ 5 വരെ 300 രൂപ കിട്ടും. 6 മുതൽ 10 വരെ 500 രൂപ കിട്ടും. +1 +2 ITI ITC DTC തുടങ്ങിയ കോഴ്സുകൾക്ക് 1000 രൂപ കിട്ടും. അതിന്റെ വരുമാന പരിധി 1,00,000 ഉണ്ട്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കാണ് അതിന്റെ അപേക്ഷ നൽകേണ്ടത്. പിന്നെ മൂന്നാമത് പറയുന്നത് വിദ്യാജ്യോതി പദ്ധതിയാണ്. അത് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളില് 9ാം ക്ലാസ് മുതൽ PG പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന വരെയുള്ള കുട്ടികൾക്കാണ് അതിൽ ഉൾപ്പെടുന്നത്. 40% അതിലധികമോ ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം. അവർക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയൊക്കെ സർക്കാർ വക നൽകുന്നുണ്ട്. അതിന് അപേക്ഷ സാമൂഹ്യനീതി ഓഫീസർക്ക് തന്നെയാണ് അപേക്ഷ നൽകേണ്ടത്. ഇനി നാലാമത് പറയുന്നത് മാതൃജ്യോതി പദ്ധതിയാണ്. ഈ മാതൃജ്യോതി പദ്ധതി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരായ മാതാവിന് പ്രസവാനന്തരം തന്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് മാസം തോറും 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കുട്ടിക്ക് 2 വയസ്സാവുന്നവരെ മാതാവിന് ഈ മാസം 2000 രൂപ വെച്ച് കിട്ടും. ഇനി അഞ്ചാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരിണയം പദ്ധതിയാണ്. പരിണയം എന്ന് പറഞ്ഞു വെച്ചാല് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് നിയമാനുസൃതം വിവാഹം കഴിപ്പിക്കുന്നതിന് 30,000 രൂപ വെച്ച് കിട്ടുന്നതാണ്. വാർഷിക വരുമാനം 1,00,000 കൂടാൻ പാടില്ല. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അതിന്റെ അപേക്ഷ നൽകണം. അടുത്ത് പറയുന്നത് സ്വാശ്രയ പദ്ധതിയാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ പരിചരിക്കുന്ന മാതാവിന്, അത് സ്ത്രീകൾക്ക് മാത്രമേ കിട്ടുള്ളൂ, പുരുഷന്മാർക്ക് കിട്ടില്ല. സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി 35,000 രൂപ കൊടുക്കുന്നുണ്ട്. അതിനുള്ള അപേക്ഷ സാമൂഹ്യനീതി ഓഫീസർക്കാണ് നൽകേണ്ടത്. ഇനി ഏഴാമത് പറയുന്നത് വിജയാമൃതം പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായവർ പഠിച്ച് ഡിഗ്രിയോ അതിനു മുകളിലോ പഠിക്കുന്നവർക്ക് ക്യാഷ് അവാർഡായിട്ട് കൊടുക്കുന്നതാണ് വിജയാമൃതം പദ്ധതി. അത് ഡിഗ്രിക്ക് ആർട്സ് സബ്ജക്റ്റിന് 60%,
സയൻസ് സബ്ജക്റ്റിന് 80% മാർക്ക് കിട്ടണം. അവർക്ക് ഈ വിജയാമൃതം പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് തന്നെയാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി 8ാമത് പറയുന്നത് സഹചാരി പദ്ധതിയാണ്. പരസഹായം ആവശ്യമായ 40% മുകളിൽ വൈകല്യമുള്ള പഠനം മറ്റു കാര്യനിർവഹണത്തിനായിട്ട് അവരെ സഹായിക്കുന്ന വോളണ്ടറി ഓർഗനൈസേഷൻ ആയിട്ടുള്ള NSS, NCC, SPC യൂണിറ്റിനെ ആദരിക്കുന്നതിന് ഒരു ജില്ലയിൽ നിന്ന് 3 യൂണിറ്റിനെയാണ് ആദരിക്കുക. അപ്പൊ അതിനുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് നൽകണം. ഇനി അടുത്ത് പറയുന്നത് പരിരക്ഷയാണ്. പരിരക്ഷ പദ്ധതി പ്രകാരം അടിയന്തര സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന അംഗപരിമിതർക്ക് 25,000 രൂപ ആയിട്ട് കിട്ടും. എന്തെങ്കിലും കാലാവസ്ഥ അതോ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്ന് വെച്ചാല് അവർക്ക് 25,000 രൂപ വരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ശ്രേഷ്ഠം പദ്ധതിയാണ്. ഈ ശ്രേഷ്ഠം പദ്ധതി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് കലാകായിക രംഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഭിന്നശേഷിക്കാരായ അംഗങ്ങള്, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഷട്ടിൽ ടീമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരം അംഗങ്ങൾക്ക് പൈസ സഹായിക്കുന്നതിന് സർക്കാരിൽ നിന്ന് പൈസ ലഭിക്കുന്നതാണ്. അതിനുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് നൽകണം. അപ്പോ ഈ പഠന സംബന്ധമായിട്ട് ഇത്രയും പദ്ധതികളാണ് ഉള്ളത്. അതിനെ കുറിച്ചൊന്ന് ഞാൻ ചുരുക്കി പറയുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും വിശദമായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘാടകരെ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് തയ്യാറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. സാറേ, ഭിന്നശേഷിക്കാർക്കും അവരുടെ മക്കൾക്കും വേണ്ടി ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും എത്ര കൃത്യമായി വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഇനി സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലേ പിയൂസേ? ചോദിക്കാം. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, എന്റെ പേര് ലിജി എന്നാണ്. അപ്പൊ ശ്രേഷ്ഠം പദ്ധതി അങ്ങനെ അപേക്ഷ കൊടുക്കാന്ന് പറഞ്ഞില്ലേ കായിക ഇനത്തില്, അത് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മള് ഈ ശ്രേഷ്ഠ പദ്ധതി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കലാകായിക രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാനായിട്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടികള് സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ വേറെ മറ്റ് തലങ്ങളിലൊക്കെ കളിക്കുകയും അതിനുള്ള വല്ല റിസൾട്ട് വല്ല പ്രൈസൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പഠിക്കുന്ന ഇത്തരം മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ട ഡ്രസ്സോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഇപ്പൊ ഷട്ടിൽ ബാറ്റ്മെന്റോ അല്ലെങ്കിൽ സ്പൈക്കോ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ധനസഹായത്തിനുള്ള പദ്ധതിയാണ്. അത് സാമൂഹ്യനീതി ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചു വെച്ചാൽ അതിന്റെ വിശദ വിവരം അറിയാം. അവിടെയാണ് അതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അത് കുട്ടികൾക്കായിട്ടുള്ളത്. പിന്നെ ഈ ഭിന്നശേഷിക്കാർക്ക് കിട്ടോ? ഭിന്നശേഷിക്കാര് കുട്ടികളെന്ന് മാത്രമല്ല, വീൽ ചെയർ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആളാണ്. അതിനൊക്കെ അങ്ങനെ എന്തെങ്കിലും കളിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കാനോ അതിനുള്ള ചെലവോ സർക്കാർ തരും. അതാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത്. ഇതിനൊക്കെ ഈ സാമൂഹ്യനീതി ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കുകയാണെന്ന് വെച്ചാല് വിശദ വിവരം അറിയാനായിട്ട് പറ്റും. അതിനുള്ള അപേക്ഷ ഫോം അവിടെ ഉണ്ടാവും, അത് പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു സാർ. സാർ, ഭിന്നശേഷിക്കാർക്ക് ഇങ്ങനെ ചികിത്സക്ക് എന്തെങ്കിലും ഇതുണ്ടോ ഗവൺമെന്റ് പ്രത്യേകിച്ച്? അതിൽ 2 തരമുണ്ട്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ അടിയന്തര സാഹചര്യങ്ങൾ ഈ പരിരക്ഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ പരിരക്ഷയിൽ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു അടിയന്തര ഘട്ടത്തിൽ അവരെ സഹായിക്കേണ്ട ഒരു കാര്യം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ 25,000 രൂപ വരെ സഹായിക്കാനായിട്ട് പറ്റും. അതും ഈ സാമൂഹ്യനീതി ഓഫീസിലാണ് അപേക്ഷിക്കേണ്ടത്.
പിന്നെ ഭിന്നശേഷിക്കാർക്ക് അവർക്ക് വേണ്ട ഇതൊക്കെ ഉണ്ട്. ഈ നിരാമയ എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, അതിജീവനം സമഗ്ര പദ്ധതി ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഈ കണ്ണിനാണേറ്റം കാതോരം പദ്ധതി ഉണ്ട്, പിന്നെ ഇവിടെ ജില്ലാ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഇതൊക്കെ ഈ ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ആയിട്ടുള്ള രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഈ പദ്ധതിയിൽ നിന്നൊക്കെ അന്ന് സഹായം കിട്ടാനായിട്ട് സാധിക്കും. ഹലോ ഹലോ, ചോദിച്ചോളൂ സാറിനോട്. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ? ഹലോ സാറേ. സാധാരണ മുൻകാലങ്ങളില് നമുക്ക് ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല, അവർക്ക് ലൈഫിന്. അപ്പൊ അത് ഇപ്പൊ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് അതിനാണ് പേരുള്ളത്. LIC അത് നടത്തുന്നുണ്ട്. അപ്പൊ ഒരു LIC ഓഫീസിൽ പോയിട്ട് ഈ നിരാമയ ആരോഗ്യ ഇൻഷുറൻസിന് ചേരുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് അത് പരിഗണിക്കും. നമുക്ക് ചികിത്സയ്ക്ക് പൈസ കിട്ടും. അതേമാതിരി തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഡിസബിലിറ്റി ശാശ്വതമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക വെച്ചാൽ അതിനൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. അപ്പൊ അതൊരു LIC ഓഫീസിൽ പോയിട്ട് ഈ നിരാമയ എന്നാണ് ആ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്, അവരായിട്ട് അന്വേഷിക്കുക വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ സാറേ, ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് ഇത്ര വ്യക്തമായും കൃത്യമായും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സാറ്. ഓക്കെ. അടുത്തതായി ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സെന്റ് ജോസഫ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കുരിയച്ചിറ റവറൻ ഫാദർ ബിജു നന്ദിക്കര, വെൽക്കം ടു ദ സ്ക്രീൻ. ഫാദർ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, വിശിഷ്ട വ്യക്തികളെ, വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു മീറ്റിംഗിലേക്ക് സംബന്ധിച്ചത്. ആദ്യം തന്നെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, ഇതിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. സോളമനച്ചൻ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട സോളമനച്ചൻ ഇവിടെ വരികയും എന്നോടൊരു കാര്യം ചോദിച്ചു. അച്ഛാ, നമ്മുടെ ഉയരം കുറഞ്ഞിട്ടുള്ള, പൊക്കം കുറഞ്ഞിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടി കുറച്ച് പ്രാക്ടീസ് നടത്താൻ അച്ഛൻ സൗകര്യം ഒരുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ കുഴപ്പം, സന്തോഷപൂർവ്വം ഞാൻ നൽകി. അപ്പോഴാണ് അച്ഛൻ ഒരു കാര്യം പറഞ്ഞത്. അച്ഛൻ ഞാൻ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ എന്ന സെൻസ് ഉദ്ദേശിക്കുന്നത് ദർശന എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തികളെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. ആ സംഘടനയ്ക്ക് നേതൃത്വം അച്ഛൻ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനോട് ചേർന്ന് നിരവധി സഹോദരന്മാര് അല്ലെങ്കിൽ വിവിധ മേഖലയിലെ എക്സ്പേർട്ടുകളായ ആളുകള്, അവരെല്ലാവരും വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഞാൻ അവിടെ ഷട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആ വ്യക്തികളുമായി പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാറുണ്ട്. കുറച്ച് ദിവസമേ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ പറയുന്നു, ഞങ്ങള് ജർമ്മനി പോയിട്ടുണ്ട്, ഞങ്ങൾ എൻ്റെ അമ്മയും അപ്പച്ചനും ഒക്കെ ജർമ്മനി പോയിട്ടുണ്ട്. ഈ മേഖലയിലൂടെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ നാഷണൽ ലെവലിൽ കോമ്പറ്റീഷൻസ് പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ വളരെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നിയ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ, സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ കഴിയുന്ന ആളുകളെ, പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന അവരൊന്നും അങ്ങനെ ഒന്നുമില്ല, അവരൊന്നും സാധിക്കില്ല എന്ന് കരുതുന്ന ആളുകളാണ് രംഗത്തേക്ക് വരികയും വളരെ ശോഭയോടുകൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ
വളരെ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ അഭിനന്ദനം തരുന്നു. ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് സാർ സേവ്യർ സാറിന്റെ ക്ലാസ് വളരെ നന്നായിട്ട് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള അങ്ങനെ കരുതപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമവശങ്ങൾ, അവർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ, അവരെ സംരക്ഷിക്കുന്ന ആ വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പരിശീലിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനം നേരുകയാണ്. സോളമൻ അച്ഛനും എനിക്ക് തോന്നുന്നു കൂടുതലും ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, വിവിധമായ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരാളുടെ പേര് മാത്രമല്ല, നിരവധി പേര് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പറയാതെ പൊട്ടുപോകുന്നതിൽ കുറവായി കണക്കാക്കരുത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും, നിരവധി പേര് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസ നേർന്നുകൊണ്ട് എനിക്ക് കഴിയാവുന്ന സഹായങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും മേഖലയിൽ, ഇത്തരത്തിലുള്ള സ്കൂൾ മേഖലയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് ഏതെങ്കിലും സഹായം അത്തരത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകം ഞാൻ അതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അച്ഛന്റെ നല്ല നല്ല വാഗ്ദാനങ്ങൾക്കും നല്ല നല്ല വാക്കുകൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു അച്ഛ. അടുത്തതായി ആശംസ പറയുന്നതിനായി LD ക്ലർക്ക്, കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, ഇന്റാക്ക സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ ആൻഡ് സെക്രട്ടറി, മലപ്പുറം ജില്ല, ശ്രീ മുഹസിൻ വണ്ടൂർ. വെൽക്കം ടു ദ സ്ക്രീൻ സാർ. വളരെയധികം സന്തോഷം ദർശന. ഞാൻ എന്നും വളരെ ആകാംക്ഷയോടെയും പിന്നെ അത്യധികം ആഹ്ലാദത്തോടെയൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥാപനമാണ് ദർശന സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവരുടെ ഗ്ലോറിയ ഗ്രൂപ്പാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞു. ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള ശ്രീമതി റഹീന, അതുപോലെ തന്നെ ജോസ് കുരട്ടി, പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ, നേരത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ ബിജു നന്ദിക്കര, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ കൗതുകത്തോടു കൂടി ഇതുവരെ കേട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് MP സേവിയസ്, പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ പീയൂഷ്, ജിഫിൻ, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഒരു ചെറിയ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യം തോന്നുന്നു, കാരണം എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ പേര് മോഹസിൻ ബാബു എന്നാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള വണ്ടൂർ എന്ന പ്രദേശത്താണ് എൻ്റെ താമസം. കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ LD ക്ലർക്ക് ജീവനക്കാരനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിലുപരി കേരളത്തിലെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന INDAC എന്ന ഭിന്നശേഷി സംഘടനയുടെ കേരള ഘടകത്തിൻ്റെ മീഡിയ കോർഡിനേറ്ററായിട്ടും മലപ്പുറം ജില്ലയിലെ ഈ സംഘടനയുടെ സെക്രട്ടറിയുമാണ്. ഞാനും ഒരു 50% ഭിന്നശേഷിക്കാരനാണ്. ഭിന്നശേഷിക്കാരനായതുകൊണ്ടൊരു സർക്കാരിൽ ജോലി ലഭിച്ചൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഭിന്നശേഷിത്വം എന്നും ഒരു അനുഗ്രഹമായിട്ട് കരുതുകയും അതൊരു എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് കരുതാതെ അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് പേര് പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടനുഭവിച്ച് കിടക്കുന്ന ആളുകൾക്ക് പ്രചോദനമേകുന്ന പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ദർശനയിലുള്ള ഞങ്ങളുടെ INDACന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള റഹ്മാൻ മുണ്ടോടൻ, ഞാൻ പുള്ളിയെ കുറച്ച് കാലങ്ങളായിട്ട് വാച്ച് ചെയ്യായിരുന്നു. പുള്ളി ഇതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കഴിയുന്ന സമയത്ത് ഗൾഫിൽ വെച്ചിട്ട് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം പുള്ളിയുടെ മകന് അവരുടെ കയ്യിൽ നിന്ന് വീണതിനെ തുടർന്ന് തലക്ക് ക്ഷതം സംഭവിച്ചതിനെ തുടർന്ന് 100% ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനും കൂടിയാണ് പ്രിയപ്പെട്ട റഹ്മാൻ മുണ്ടോടൻ. അദ്ദേഹം ഇന്ന് വളരെ എന്താ പറയുക, വളരെ അധികം സന്തോഷവാനാണ്. കാരണം ഈയിടെ ദർശന ക്ലബിൽ അതിൻ്റെ ഫാദർ നമ്മുടെ പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ്റെ പ്രോത്സാഹനത്തോടു കൂടി ദർശന ക്ലബിൻ്റെ ഒരു ഭാഗമാവുകയും അവിടെ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ അടുത്ത് ജാർഖണ്ഡിൽ പോയിട്ട് അവിടെ മത്സരത്തിൽ പങ്കെടുത്തു. ഇനിയിപ്പോൾ ഈ വീക്കിൽ ഹൈദരാബാദിൽ പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ഞാൻ വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ ദർശന സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ ഞങ്ങളുടെ മലപ്പുറം ജില്ലയുടെ ജില്ലാ
സമ്മേളനത്തിൽ എൻ്റെ നാട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്, വണ്ടൂർ വെച്ചിട്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ പരിപാടിയിൽ അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനുള്ള നന്ദി കടപ്പാട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ ഞാനടക്കം ഉള്ള ആളുകൾ ദർശനയുടെ ഭാഗമായിക്കൊണ്ട് നീന്തൽ പരിശീലിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ബാച്ചിൽ എന്തായാലും അതിലൊരു ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരുപാട് ഇൻഡാക്കിൻ്റെ ഒരുപാട് പ്രവർത്തകർ ഇതിൻ്റെ ദർശനയുടെ ഭാഗമായിട്ടുണ്ട്. അതായത് നമ്മുടെ സുബൈർ, അതുപോലെ തന്നെ ദിനേശ്, ലിറ്റിൽ പീപ്പിളിൻ്റെ ഭാഗമായിട്ടുള്ള ദിനേശ്, ഞങ്ങളുടെ ഓൾ ടുഗദർ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ദർശനയുടെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സന്തോഷം കൂടി അറിയിക്കുകയാണ്. യൂട്യൂബിലുള്ള ചാനലുണ്ടല്ലോ, അതിലൊരു 10 മിനിറ്റോളം എനിക്ക് ഇൻഡാക്കിനെ കുറിച്ചും എൻ്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭിന്നശേഷിക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പുഷിങ്ങിൻ്റെ ആവശ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ സർക്കാർ മേഖലയിലാണെങ്കിലും മറ്റുള്ള മേഖലയിലൊക്കെ ആണെങ്കിൽ കൂടിയും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സംസാരിക്കാനും അവരെ ആ കാറ്റഗറിയെ കൈപ്പിടിച്ചു ഉയർത്താനൊക്കെ ആളുകൾ നന്നേ കുറവാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. മന്ത്രിതലത്തിലാണെങ്കിൽ കൂടിയും നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ നിയമസഭയിലടക്കം ആളുകളില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. അപ്പോൾ ആ സമയത്താണ് ദർശന പോലത്തെ സംഘടന ഇവിടെ വളരെയധികം പ്രത്യേകത അറിയിക്കുന്നത്. കാരണം ഭിന്നശേഷി മേഖലയിലുള്ള ആളുകളെ കൈപ്പിടിച്ചു ഉയർത്തുന്നതിൽ നമ്മുടെ സോളമൻ അച്ഛനൊക്കെ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയൊക്കെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ദർശനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ സംസാരിച്ച സേവ്യർ അച്ഛനൊക്കെ സേവനം ഞങ്ങൾക്ക് തുടർന്നും ഞങ്ങളെപ്പോലത്തെ പ്രവർത്തകർക്ക് ആവശ്യമുണ്ട് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അച്ചോ, ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ ആസ്പെക്ട് ഹൗസിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശബ്ദം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഒരുപാട് നമ്മുടെ അംഗങ്ങളുണ്ട്. ഏതായാലും ദർശനയുടെ ഏതെങ്കിലും ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും സ്ഥലത്ത് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ ഒന്ന് വിളിക്കണം. നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. സാറിന്റെ നല്ല നല്ല വാക്കുകൾ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും സാറിനെ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും. അച്ഛൻ എന്തായാലും സാറ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും സാറിനെ വിളിക്കും. അപ്പൊ ഒരിക്കൽ കൂടി നല്ല നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. അടുത്തതായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയം നിറഞ്ഞ കൂട്ടുകാർക്കും നന്ദി പറയുന്നതിന് ജിഫിൻ വെൽക്കം ടു ദ എല്ലാവർക്കും നമസ്കാരം. 153 സ്നേഹ സംഗമം വളരെ സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിൽ അധ്യക്ഷനായ നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ അച്ഛനെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ഫാദർ ബിജു നന്ദിക്കര അച്ഛനെയും ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അച്ഛനെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ MP സേവിയർ സാറിനെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തരികയൊക്കെ ചെയ്തിരുന്നു. അത് കൂടുതൽ ഉപകാരപ്രദമായി സാറിനെ
അടുത്തതായി ആശംസ പറയാൻ ഇവിടെ എത്തിച്ചേർന്ന സി മുഹസിൻ വെണ്ടൂർ സാറിനെയാണ്. സാർ LD ക്ലർക്കായിട്ട് കേരള ഹെഡ്ലോഡ് വോക്കേഴ്സിംഗ് വെൽഫെയർ INDAC സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ സെക്രട്ടറി മലപ്പുറം ജില്ല എന്നിവയിലേക്ക് സേവനം അനുഷ്ഠിച്ച് കൊണ്ടുവരികയാണ്. അടുത്തതായി അതുപോലെ ദർശന ക്ലബിന്റെ പ്രസിഡന്റായ ഷിബിൻ ഹാരിയെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുമാരി ആനിത്തക്കൻ താൻശ്ശേരി ചേച്ചിയെയും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രാർത്ഥന ഗാനം ആലപിച്ച ശശിചേട്ടനും സ്വാഗതം പറഞ്ഞ ശ്രീമതി റഹീന പവർദിക്കും റിപ്പോർട്ട് വായിച്ച ജോസേട്ടനും നമ്മുടെ PR-ആയ പിയൂഷ് ചേട്ടനും ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വിവിധ തരം ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന ലീഡർമാർ, ഗ്രൂപ്പ് ഇൻചാർജുമാർ എല്ലാവർക്കും സ്നേഹസംഗമത്തിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ജിപ്പിൻ. മനോഹരമായി എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞ് നന്ദി പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.